സാധനങ്ങൾ, പഴയ പാത്രം, പേപ്പർ, അത് ഇനി വരുമ്പോ ഞാൻ നോക്കിക്കോളാം. പഴയ പേപ്പർ, പാത്രങ്ങൾ കൊടുക്കാനുണ്ടോ? ഞാൻ പറഞ്ഞത് എടുത്തോണ്ട് വന്നോ? അയ്യോ, ഞാൻ ആ കാര്യം അങ്ങ് വിട്ടുപോയല്ലോ. സാരമില്ല, അത് നാളെ വരുമ്പോ കൊണ്ടുവരാന്നേ. ആയിക്കോട്ടെ. ആഹാരമൊക്കെ കഴിച്ചോ? കഴിച്ചു. എന്തു പറ്റി, ഒരു സൂലായ്മ പോലെ? ഒന്നുമില്ല ചേട്ടാ, ചുമ്മാ അങ്ങനെ ആലോചിച്ചിരുന്നു. ഇത് ഇത്രയും വില പിടിപ്പുള്ള സാധനം എന്നതാ? തക്കാളി സാധനങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ? താഴെ പോയ എനിക്കല്ലേ നഷ്ടം. എന്തൊക്കെയാണോ? എന്താ പറഞ്ഞേ? ഒന്നുമില്ല. അല്ല, കുറെ കാലം ആയല്ലോ തന്നെ ഇതിലെ കണ്ടിട്ട്. പണ്ടൊക്കെ എപ്പോഴും കാണാമായിരുന്നല്ലോ. വേറൊന്നുമല്ല, മോൾക്ക് കല്യാണം നോക്കുന്നുണ്ടേ. പയ്യനെയൊക്കെ പോയി കണ്ടു. ഇനിയിപ്പൊ കല്യാണ തീയതി കുറിച്ചാ മതി. ഈ വക എല്ലാ കാര്യങ്ങൾക്കും പൈസ ചെലവുണ്ടേ. അതൊക്കെ ശരിയാ. എന്റെ വായിക്ക് ഭയങ്കര കയ്പ്. ഒരു തക്കാളി എടുക്കുവാണേ. അല്ല, അതിനിത്ര മുഴുത്തതിനാ? സാരമില്ല, ഞാൻ സഹിച്ചു. ഫക്കീരണ്ണ സുഖായിരിക്കല്ലേ? ഇതുപോലെ ചളിങ്ങതൊക്കെ കൊണ്ടുവന്ന ഇതിന് എന്ത് വില കിട്ടാനാ? കിട്ടുന്ന എന്താന്ന് വെച്ചാ ഇങ്ങത്താ. ഇതിന് കാര്യമായിട്ടൊന്നും കിട്ടാനില്ലെന്നേ. അയ്യേ, ഇതെന്താണ്ണ തക്കാളി മാത്രം എടുത്തു തരുന്നേ? സവാളക്കൊക്കെ പോയി ഒടുക്കത്തെ വിലയല്ലേ. എനിക്ക് പിന്നെ ഒന്ന് പോയേ, അതിനകത്ത് നിന്ന് 2 സവാളയും കൂടെ ഇങ്ങെടുത്തെ. മോളെ, എനിക്കത് നഷ്ടമായതുകൊണ്ടാ. അതിന്ന് 2 സവാള ഇങ്ങ എടുത്ത് താന്നേ. മോളെ, തൽക്കാലം ഇത് വെക്ക. ഇവക്കും വേണ്ട, തനിക്കും വേണ്ട. എന്നാ പിന്നെ ഞാനും എടുത്തോളാം. എന്തുവാടൂ? അതും കൂടി കേട്ടോ. ഈ ഫക്കീരണ്ണൻ ഇപ്പൊ പഴയതുപോലൊന്നും അല്ല. കണ്ടില്ലേ, താൻ സവാള കൊടുത്തപ്പോ അതിന്റെ കൂടെ പച്ചമുളകും എടുത്തോണ്ട് പോയി. അത് സാരമില്ല, വീട്ടുകള നമ്മുടെ നാട്ടിലെ കൊച്ചല്ലേ. എടാ രംഗ, അവിടെ വന്നേ. രാത്രി വരാന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് ഇവിടെ കണ്ടില്ലല്ലോ. എവിടെയായിരുന്നു? തോന്നിയ സമയത്താ കയറി വരുന്നില്ലേ? കുറച്ച് വൈകിപ്പോയി ചേട്ടാ. അതിനിപ്പോ എന്താ, കണ്ണടച്ച് കണ്ണു തുറക്കണതിന് മുമ്പ് ദേ ജോലി തീർത്തു തരാം. വാ വാടാ. നിനക്ക് കടം തന്നവരോടൊക്കെ ഞാൻ സംസാരിച്ചു. ഇപ്പം മുതൽ കൊടുക്ക. പലിശ 2 മാസം കഴിഞ്ഞ് സമാധാനമായിട്ട് കൊടുത്താൽ മതി. അതിനെ കുറിച്ച് ആലോചിച്ച് വെറുതെ വേദാറാവണ്ട. നീ എന്തിനാ പേടിക്കുന്നത്? ഞാൻ വിടില്ലേ. ശരി കറുപ്പസ്വാമി, എന്റെ വയലിന്റെ കാര്യം ഓർമ്മയിലുണ്ടാവണേ. അതൊക്കെ പോട്ടനെ. ഇതിപ്പോഴേ ഇതിന്റെ കാലും മരവും ഒന്നും കുഴപ്പമില്ലാത്ത ഇതെനിക്ക് കല്യാണത്തിന്റെ സമയത്ത് കിട്ടിയതാ. പുതിയതുപോലെ ഒന്ന് ആക്കി തന്നാ മതി. അതിനല്ലേ ഞാൻ ഇവിടെ ഉള്ളേ. നല്ല ഷോറൂം പീസ് പോലെ ആക്കി തരാം ഞാൻ. എന്തേലും ചെയ്യും. മോളെ, ആ തോർത്തിങ്ങെടുത്തേ. ഏതാണ്ട് ഇന്നലെ കല്യാണം കഴിഞ്ഞ പോലെയാണ് സംസാരിക്കുന്നത്. മകൾ അന്നൊന്ന് മൂളിയായിരുന്നെങ്കിലേ ഇന്ന് 2 പിള്ളേരെ കളിപ്പിച്ച് നടക്കായിരുന്നു. ഇവിടെ ഒന്ന് പതുക്കെ പറയടാ, ഉള്ള പണിയും കൂടെ കളയില്ലേ. അയാൾ എങ്ങനെ കേട്ടാലുണ്ടല്ലോ. വന്ന കാര്യം എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് വേഗം പോവാം നമുക്ക്. മോളെ ലക്ഷ്മി, കുടിക്കാൻ കുറച്ച് വെള്ളം വേണേ. സുഖമല്ലേ മോളെ നിനക്ക്? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ആകെയുള്ളൊരു വിഷമം, ചേട്ടൻ കാണിക്കുന്ന പരിഗണന പോലും ബാക്കിയുള്ളവർ തരുന്നില്ലെന്നാ. എടാ ശങ്കര, വെള്ളം വേണ്ട നിനക്ക്? എടുത്തിട്ട് വരാൻ പറ. ഇച്ചിരി കൂടെ വെള്ളം കൊണ്ടുപോകാം മോളെ. ഒന്ന് മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റാത്തത്ര ദേഷ്യം കാണിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്ന് എനിക്ക് അറിയില്ല. എന്ത് നാടാ ഇത്? കഴിഞ്ഞ കാര്യമൊക്കെ മറന്നുകളാ. അവളോടൊന്നും മിണ്ട്. എടാ, കിളവൻ വരുന്നുണ്ട്, ജോലി എടുക്ക. രംഗ, പണി വേഗം തീർക്കണം കേട്ടോ. ആ ബാങ്കിലെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് പോയിട്ട് വരാം. പിന്നെ മോളെ, ഒന്ന് സൂക്ഷിച്ചേക്കണം കേട്ടോ. ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാപ്പിയോ ചായ വല്ലതും ചോദിക്കുവാണെങ്കിലേ ഇട്ട് കൊടുത്തേരെ. പെട്ടെന്ന് പണിയൊന്ന് തീർത്തേക്കണം. ആവശ്യമില്ലാത്ത സംസാരമൊന്നും വേണ്ട. ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടെന്ന്. കടം വല്ലതും കിട്ടുമെന്ന് ഞാൻ നോക്കിട്ട് വരട്ടെ. ശരി, എന്തെങ്കിലും കാണിക്കും. നീ ഇതൊന്നും നോക്കൂ, ഞാൻ ഷടേന്ന് പോയിട്ട് വരാം. നിനക്ക് സുഖാണോടി? എന്റെ കാര്യം വിട്ടേക്ക്. നിനക്കോ? ഈ പണിയൊക്കെ ചെയ്ത് കൈക്ക് വേദനയാ. എന്തോ ഭാഗ്യത്തിന് തണ്ടൽ വേദന മാത്രം വന്നിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ പറയാറുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്, അടി തെറ്റിയ ആനയും വീടുവന്ന്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിൽക്കുന്നേ?
സ്വന്തം ജീവിതം നശിപ്പിച്ചിട്ട് ഒന്നും നേടാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ നിന്റെ ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റാൻ നോക്ക്. നിനക്കൊരു മാറ്റം വരികയാണെങ്കിൽ അതുകൊണ്ട് നിനക്ക് മാത്രമല്ല, നിന്റെ കൂടെയുള്ളവർക്കും ഗുണം മാത്രമേ ഉണ്ടാവൂ. പുല്ല് വായിക്കാത്ത വെച്ചു കൊടുത്താലേ ഏതാടും അത് മാനയായിട്ടേ തിന്നുള്ളൂ. പക്ഷെ പറമ്പിലേക്ക് അങ്ങ് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അതായിരിക്കില്ല അവസ്ഥ. നമ്മളെ വളർത്തുന്ന ഒരു മൃഗത്തിന് പോലും എങ്ങനെ പെരുമാറണമെന്നറിയാം. അതിനറിയുന്നവര് വന്നു കഴിഞ്ഞാൽ അത് സ്നേഹം മാത്രമേ കാണിക്കൂ. അതൊന്ന് ഓർത്തു നോക്ക്. അതിന് പോലും എങ്ങനെയാ ജീവിക്കണ്ടേന്നറിയാം. രസമൊക്കെ എന്തൊരു ശോകമാടി, കുറച്ച് ഉപ്പിട്. പുറത്തെ രുചി ആസ്വദിച്ച് തുടങ്ങിയ ഒരാൾക്ക് നല്ല രുചി എന്താന്ന് മനസ്സിലാവില്ല. വീട്ടിൽ കയറി ഒന്ന് വെച്ചുണ്ടാക്കി തരാൻ ഞാൻ അന്നേ പറഞ്ഞതല്ലേ. അത് അച്ഛൻ്റെ വാക്കും കിട്ടാൻ എന്താ പറഞ്ഞേ? എന്നെക്കാളും ഒക്കെ നല്ലൊരു പെങ്കുച്ചിനെ നിനക്ക് കിട്ടും, അതുകൊണ്ട് എന്നോർത്ത് ജീവിതം നശിപ്പിക്കില്ലേന്ന്. നീ അന്ന് പറഞ്ഞതിന്റെ ഐശ്വര്യം കൊണ്ടായിരിക്കും ഓരോ ദിവസം ഓരോ പെണ്ണുങ്ങൾ വരല്ലേ. ഇപ്പൊ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കഴിഞ്ഞതൊക്കെ ഒന്ന് മറന്നൂടെ? അച്ഛൻ പറയുന്നതല്ലാതെ വേറെന്താ ചെയ്യാൻ പറ്റാന്ന് നീ പറ. അല്ലപ്പോ നീ എന്ത് പറഞ്ഞു വരാ? ജീവിതകാലം മൊത്തം എന്റെ കൈ ചേർത്ത് പിടിക്കാൻ തയ്യാറാണെങ്കിൽ ഞാനും മാറ്റി ചിന്തിക്കാൻ തയ്യാറാ. കണ്ടോരൊക്കെ ഒന്ന് മാറി നിൽക്കുന്നേ. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണം കേട്ടോ. ബാക്കിയൊക്കെ നാളെ കാണാൻ. ശരി ശരി. പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹമാണ് ബാങ്ക് മാനേജർ. നമ്മുടെ നാട്ടിൽ പണം തരുന്ന മെഷീൻ കൊണ്ടുവച്ചിരിക്കുക. ഇതേപോലെയുള്ള ഇനിയും ഒരുപാട് സഹായങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി ചെയ്യും. ഇപ്പോ ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പറഞ്ഞു തരാൻ പോവുകയാണ് സാറ്. ആരും ശബ്ദം ഉണ്ടാക്കാതെ സമാധാനമായിട്ടിരുന്ന് കേൾക്കണം. ഗ്രാമപഞ്ചായത്ത് മീറ്റിംഗിൽ പരസ്പരം മുണ്ടുപൊക്കി കാണിക്കുന്ന പരിപാടിയില്ല, അതൊന്നും ഇവിടെ നടക്കൂല. ഇത് നമ്മുടെ നാടിന്റെ അഭിമാന പ്രശ്നമാണ്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും താഴ്മയായി അപേക്ഷിക്കാം. സാറ് തുടങ്ങി. യെസ്, നോക്ക്, ഞങ്ങള് നിങ്ങളുടെ നാട്ടില് നിങ്ങൾക്ക് വേണ്ടി ഒരു ATM ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും കാരണം നിങ്ങളുടെ നാട്ടിലൊരു പെൺകുട്ടി തന്നെയാ. ആൾ ക്രെഡിറ്റ് ഗോസ് ടു മിസ് ഭാഗ്യ. ബാങ്കുകാരെന്തായി പറയുന്നേ? എല്ലാരും കൈയടിക്കുന്നത് എന്തിനാ? ചിലപ്പോ വല്ല കടവും കിട്ടും. തറന്ന് മിണ്ടായിരിക്കും. എപ്പോഴാ തരുന്നേ? എനിക്കൊന്നും അറിയാൻ പാടില്ല, മിണ്ടാതിരിക്കും. നിനക്ക് പിന്നെ എന്താ അറിയാവുന്നേ? നിങ്ങളുടെ നാട്ടിലെ കുട്ടി മിസ് ഭാഗ്യ എഴുതിയ ഒരു ആർട്ടിക്കിളിൽ നിന്നും ഇൻസ്പയർ ആയി ഞങ്ങൾ ഈ ദിവസം ഇവിടെ ഒരു ATM ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ഈ ATM നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പഠിക്കണം. പിന്നെ ഈ നാട്ടുകാരെല്ലാം ചേർന്ന് ഞങ്ങളുടെ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. സാറേ, നിങ്ങളുടെ ബാങ്കിൽ കണക്ക് വെച്ച് കഴിഞ്ഞാൽ കടം വല്ലതും കിട്ടാൻ സാധ്യതയുണ്ടോ? ഒന്നും മിണ്ടാതിരിക്കും. എന്തിനാ വെള്ളം വെക്കുന്നത്? സാറേ, ഞങ്ങൾ പാവങ്ങളെയും കൂടെ ഒന്ന് ഗവനിക്കണേ. കടം തരുന്ന കാര്യമൊന്നും ഇപ്പൊ സംസാരിക്കുന്നില്ല. നിങ്ങൾ ബാങ്കിലേക്ക് വരൂ, അവിടെ ഓഫീസേഴ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് സംസാരിക്കാമല്ലോ. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നല്ലേ ഈ പറഞ്ഞു വരുന്നേ? അയ്യോ, മിണ്ടാ നിക്കടാ അവിടെ. സാറ് പറഞ്ഞില്ലേ ബാങ്കിലേക്ക് ചെല്ലാൻ. ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട് പോക്കോളാം. നിങ്ങൾ അവിടെ മിണ്ടാ നിൽക്കി. അണ്ണാ, അതുകൊണ്ടല്ല, അത് ഞാൻ പിന്നെ. എടാ, ഇങ്ങനത്തെ അലമ്പ് വർത്താനം ഒന്നും വേണ്ട. ബാങ്ക് മാനേജർ ഇഞ്ചി മുട്ടായി വിൽക്കാൻ വന്ന ആളാന്ന് വിചാരിച്ചു? അതോ 10ാം ക്ലാസ്സിൽ തോറ്റിട്ട് കൈക്കൂലി കൊടുത്ത് ഈ ജോലി കയറിയതാണ് ഈ മനുഷ്യൻ നിങ്ങൾ വിചാരിച്ചോ? സാറ് പറഞ്ഞാട്ടെ സാറേ, പറഞ്ഞാട്ടെ. അല്ല, അതും ഇല്ല ഇതും ഇല്ല. സാറിനെന്താ ഭ്രാന്താണോ? അതോ സാറ് പേടിത്തൂറിയാണോ? ബാങ്കിലേക്ക് വരാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? ഇനി സാറ് ധൈര്യമായിട്ട് പറഞ്ഞോ സാറേ. യവന ഇടയ്ക്ക് കയറി ഉണ്ടാക്കാൻ പറ്റുന്ന ഞാനൊന്ന് നോക്കട്ടെ. സാറ് ധൈര്യമായിട്ട് പറഞ്ഞോ സാറേ. ഞങ്ങൾ നിങ്ങളുടെ എന്നോടല്ല, യുമാരുടെ എല്ലാരോടും കൂടെ പറ. പറ സാറേ.
നിങ്ങളുടെ കയ്യിലുള്ള പണം നിങ്ങളുടെ കയ്യിൽ വെക്കുന്നതിനേക്കാളും ബാങ്കിലിട്ട് കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. അത് സൂക്ഷിച്ചു വെക്കാൻ വീടിനേക്കാൾ ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലവുമാണ്. പിന്നെ നിങ്ങളിടുന്ന പണത്തിന്റെ പലിശ ഞങ്ങൾ തരും. നിങ്ങളുടെ പണം ഒരിക്കലും നഷ്ടപ്പെടില്ല, ലാഭം ലഭിക്കുകയും ചെയ്യും. തിന്നാൻ വേണ്ടി തല്ലു പിടിക്കില്ലേ, സമാധാനമായിട്ട് പോകും. കൊണ്ടുപോടാ. ഇന്ന് സാറേ പ്രസാദം കഴിക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രസംഗം നടത്താം. എന്നാ പിടിച്ചോ. മതി, പോട്ടെ പോട്ടെ. സാറേ, നമ്മുടെ വീട്ടില് സാറ് വരുന്നതിന്റെ പേരിൽ നല്ല ഒന്നാം തരം സദ്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാറ് ഒന്ന് കഴിച്ചിട്ട് പോകാം കേട്ടോ. ഇവിടെ വയറ് നിറഞ്ഞിരിക്കുക. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ. നിങ്ങൾ എല്ലാരും വന്ന് കഴിച്ചേ പറ്റൂ. സാബു, എല്ലാരും പിടിച്ച് വണ്ടി കയറിയിട്ട് വാ. വാ 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 സാറേ, വാ 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 വാ. എന്റെ പൊന്നു സാറ്, ഈ അമ്മയെ കാണുന്ന പിള്ളേർ കാര്യം ഇങ്ങനെ വെള്ളം വെച്ചിട്ട് ഒരു കാര്യമില്ല. സാറിങ്ങി നമുക്ക് വല്ലതും കഴിക്കാം.